ഹലോ ഫ്രണ്ട്സ്, ചെമ്മീൻ്റെ പൂരം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതി മാമേനെയും ചന്ദ്രമതിയെ കാണാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയും ഈ ക്യാഷ് അടിച്ച് മാറ്റണം. ആ 2 ലക്ഷം രൂപ നമ്മുടെ ആൻ്റണിക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ അങ്ങോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രണ്ടുപേരും സ്വീകരിക്കുന്നുണ്ട്. രണ്ടുപേരും സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ ശ്രുതിനെ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, എന്താ ശ്രുതി ഇങ്ങോട്ട് ഒന്നും ചോദിക്കുമ്പോൾ, ആൻറ്റി ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനെ ഇവിടെ കാണാമെന്ന ആ ക്ലയൻറ്റ് കാണാൻ വന്നപ്പോഴത്തേക്ക് അത് നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ അവർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആൻറ്റി ഇവിടെ ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് ഓർത്ത് ഇവിടെ വന്നു. ശരിയെന്ന് പറഞ്ഞ് വന്ന് അകത്ത് കയറി. അപ്പോൾ ആയിരിക്കും വളർന്നു പറഞ്ഞു. എന്നിട്ട് അവരോട് എന്നിട്ട് വേറെ എന്നാണ് വിശേഷം ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി വളരെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. ആൻറ്റിക്ക് ഇവിടെ ഡാൻസ് അക്കാദമി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷം. അപ്പോൾ അവർ ആൻറ്റിക്ക് വേണ്ടി ഈ ഫ്രൂട്ട്സൊക്കെ തന്നിട്ട് കുറേ സ്നാക്സൊക്കെ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ അത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, മാത്രമല്ല ആൻറ്റി സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിക്കവാറും കുറേ അഡ്മിഷനൊക്കെ കിട്ടാൻ ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അല്ലെങ്കിലും ഈ 3 മരുമക്കളിൽ ഏറ്റവും എനിക്കിഷ്ടം ഈ നിന്നെയാണ്. കാരണം അത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ മറ്റുള്ളവരുടെ മുമ്പ് എൻ്റെ കാര്യങ്ങളെല്ലാം പൊക്കി പറയുകയും ചെയ്തു. അതുപോലെ മറ്റുള്ളാണെങ്കിൽ രേവതിയാണെങ്കിൽ എന്നെ മറ്റുള്ളവരുടെ മുമ്പ് നാണം കെടുത്താനും വേണ്ടി അവൾ കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവൾക്ക് പിന്നെ ഗുണവുമില്ല ദോഷവുമില്ല. അവളൊരു പണക്കാരൻ്റെ ഒരു ഇതല്ലേ. പക്ഷേ നല്ല സ്നേഹത്തോടെ നിൽക്കുന്നത് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് ബാമയോട് പറയാം, ഇവള് സൂപ്പറാകട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ തേടിത്തന്ന മരുമകളല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നൽകുക. അപ്പോൾ എന്താ മോളെ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അന്ന് ആൻറ്റി നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുഡെല്ലാം വിളമ്പി കൊടുക്കാം. ഫുഡ് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്ക് സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, അപ്പോൾ നീയും കഴിക്കും മോളെ. ഇല്ല ആൻറ്റി ഞാൻ കഴിച്ചതാണ്, ഞാൻ അവിടെ നിന്ന് കഴിച്ചതാന്നൊക്കെ പറയാം. എന്നിട്ട് ഒരു കോള് വരുന്ന പോലെ അടവെടുത്തുകൊണ്ട് നേരെ സിഗ്നൽ കിട്ടുന്ന സിഗ്നൽ ഹലോ എന്ന് വെച്ചുകൊണ്ട് നേരെ മേലെ പോവാം. ആ ബെഡ്റൂമിൽ ചെന്നിട്ട് മാമയുടെ ബെഡ്റൂമിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മറ്റേ അലമാര ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് 2 ലക്ഷം രൂപ എടുത്ത് പോക്കറ്റിൽ, അതായത് ബാഗിൻ്റെ അകത്ത് വെക്കും. അതിൻ്റെ അകത്ത് വെച്ചിട്ട് നേരെ താഴെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക്, ആൻറ്റി വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. ഓ വേണ്ട എന്ന് പറയും. ആ ശരി മോളെ ഇത്തിരി കഴിക്കുന്ന പറയുമ്പോൾ വേണ്ടെന്ന് പറയും. പിന്നെ നിർബന്ധിച്ച് ഈ ഒരു വായ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞത് പായസമാണോ എന്ന് സംതിങ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അവൾ കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് അപ്പം മോൾക്ക് ധൃതിയുണ്ട്, പൊക്കമെന്ന് പറയും. ഇല്ല ആൻറ്റി എനിക്ക് ധൃതിയൊന്നും ഇല്ല, ഞാൻ എന്താണ്ടും ഇത് നിങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകുന്നു. ആ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിൻ രേവതിയും വർഷയും കൂടി ചേർന്ന് മറ്റേ ആടിൻ്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം പറയും, ഇന്ന പോലെ പറയാൻ പറയും. സച്ചി പറയും ഇന്ന പോലെ, അതായത് നിലവാരമുള്ള പൂവാണ്, അതുപോലെ വിലക്കുറവിൽ, അതായത് കല്യാണത്തിൻ്റെയും പിറന്നാളിൻ്റെയായിട്ടുള്ള ആഘോഷങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയും ഒരു റാം വോക്ക് ചെയ്യണമെന്ന് വർഷം പറയും. റാം വോക്ക് അതൊന്നും എനിക്കറിയത്തില്ലെന്ന് പറയുക. ഉടനെ അതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ, അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ല, നിങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വർഷം ചെയ്യുന്ന പോലെ എനിക്കാകുമെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ചെയ്യുന്നത് ശരിയാണെന്ന് പറയുക. ഉടനെ സച്ചിൻ പറ നീ ചെയ്തേ പറ്റുമെന്ന് പറയും. പിന്നെ അങ്ങനെ ഒരു വോക്ക് നടത്തുമ്പോൾ സൂപ്പറായിട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് നമ്മുടെ രേവതി ചെയ്യുന്നുണ്ട്. ആ സാരി, അതായത് മോഡേൺ രീതിയിലുള്ള സാരി കൊടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറയാം അങ്ങനെ രീതിയിൽ ചരിഞ്ഞും കിടന്നുമൊക്കെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വർഷം പറയുക, സച്ചിയേട്ടാ ഒന്ന് സച്ചിയേട്ടൻ ചെന്നാൽ ശരിയാകത്തുന്നു. അപ്പോൾ പിന്നെ ഈ കറങ്ങിയൊക്കെ എടുക്കത്തില്ല, കറങ്ങിയ രീതിയിൽ പല രീതിയിൽ പിന്നെ സൈഡിലൊക്കെ ചരിഞ്ഞ് അങ്ങനെ മാറി നിന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ പെട്ടെന്ന് അപ്പോൾ ആ ഫോട്ടോസെല്ലാം സൂപ്പർ ഫോട്ടോസാണ് വരുന്നത്, അടിപൊളി ഫോട്ടോസാണ് വരുന്നത്. അങ്ങനെ കുറേ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് കയറി വന്നു. ശ്രീകാന്തിന് കയറി വന്നപ്പോഴത്തേക്ക് രേവതിക്ക് പെട്ടെന്ന് നാണം വന്നിട്ട് രേവതി ഓടി മാറി നിൽക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ നടക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇല്ല ചേച്ചിക്കൊരു ആടുണ്ട്, ഒരു കല്യാണത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളൊരു ആടുണ്ട്, അപ്പോൾ അത് ഓൺലൈനിൽ കൊടുക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. അത് കൊള്ളാലോ, അടിപൊളി സാധനമാണല്ലോ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, ചേട്ടത്തി എന്നാ പേടിക്കുന്നത്, നിങ്ങൾക്കൊരു ഓർഡർ കിട്ടിയല്ലോ, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് കയ്യെ കൊടുക്കാം, താങ്ക് യു ശ്രീകാന്ത് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് എടുക്കാൻ പറയാം. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ സാരി എടുത്തുകൊണ്ടുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും
ചന്ദ്രമതിയും കയറി വരുവാണ്. ചന്ദ്രമതിയും കയറി ഉടനെ ശ്രുതി പറയുകയാണ്, എന്നാലും നീ എനിക്ക് ആ സ്നാക്സും തരാതെ വിട്ടില്ല, നീ എവിടെ പോയല്ലോ, എന്നിട്ട് നീ സ്നാക്സ് തരാതെ വിട്ടെ. അത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ആൻറ്റിക്കുള്ളത് മാത്രം ഉള്ളായിരുന്നു എന്ന് പറയുകയാണ്. ആൻറ്റിക്ക് അതെന്നെ പരിപാടി കാണിച്ചു, എനിക്ക് തരാതെ നീ അമ്മയ്ക്ക് മാത്രം കൊടുത്തില്ലേ, അമ്മയ്ക്കും ബാമാരിക്കും മാത്രം കൊടുത്തോളൂ, എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അത് അടുത്ത പ്രാവശ്യം ആട്ടെ എന്ന് പറയുമ്പോൾ ഇനി എവിടെ പോയി എനിക്ക് തരണം എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അന്ന് പോടാ ഇറക്കാം, അങ്ങോട്ട് കയറിപ്പോ, ഇനിയിപ്പം സ്നാക്സിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ശ്രുതിയാണ് നോക്കും. ശ്രുതി നോക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് തിരിഞ്ഞ് നിന്നിട്ട് സാരിത്തുമ്പ് ഇത്തിരി പൊക്കി വെച്ചേക്കുവാണ്. തല കാണത്തില്ല, അത് ബാക്ക് സൈഡ് മാത്രം കാണുന്ന ഒരു സീനാണ്. അപ്പം ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് സച്ചി നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നീ എന്താ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് അമ്മയെ വിളിച്ച് കാണിക്കുക. എൻ്റെ അമ്മ ഇത് കണ്ടോന്ന് പറയുമ്പോൾ ഒന്ന് ചന്ദ്രമതി ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നീ എന്താ കാണിക്കുന്നത് ഈ നിൽക്കുമ്പോഴത്തേക്ക് അതെ ഞാൻ ബോംബെയിൽ നിന്ന് ആളെ ഇറക്കിയ, ഞങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഒരു ആളെ ഇറക്കിയത്, ഒരു പെണ്ണിനെ ഇറക്കിയെന്ന് പറയാം. എന്ത് തോന്നിയ ദിവസം കാണിക്കുക, ഈ വീട്ടിൽ നടക്കത്തില്ല, നീ എന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തേ അവളെന്ത് രേവതി എവിടെയാണ് നീ, കാരണം നിൻ്റെ ഈ തോന്നിയ ദിവസം കാണിക്കും, നിൻ്റെ കെട്ടിവൻ അഴിഞ്ഞായിരുന്നു കാണുന്നില്ല നിൽക്കുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ശ്രുതി അപ്പുറത്ത് പറയാം, കണ്ട പെമ്പിള്ളേരെല്ലാം എത്ര പെമ്പിള്ളേരെയൊക്കെ നിനക്ക് വേണോടാ, നീ കണ്ട പെമ്പിള്ളേരെയൊക്കെ വീട്ടിൽ കയറി എന്താ പരിപാടി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതുപോലെ എടാ നീ ഒരു മാന്യനാന്ന് നീ ചുമ്മാ വെറുതെ പറയുന്നില്ല, നീ ഒന്നല്ലാതെ കൂടുതൽ പെമ്പിള്ളേരോട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാടാ എന്ന് സച്ചി പറയുകയാണ്. അപ്പം മിണ്ടാതെ അവൻ നിൽക്കുക. അതുകൊണ്ട് ചന്ദ്രമതി പറയണേ, എടാ നീ കാണിക്കുന്നത് ശരിയാണോ, അവൾ എന്ത് എടാ നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, അതുകൂടാതെ നീ കണ്ട തോന്നിയാസെല്ലാം കാണിക്കാൻ വേണ്ടി ഈ വീട് നിനക്ക് എന്നെ തീരെഴുതി തന്നാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവളുണ്ടെങ്കിൽ ഇപ്പം നിൻ്റെ കഥ കഴിക്കും, ഒന്നുമില്ലാതെ ആക്കുന്നീ, അവളുടെ വാ നിനക്കറിയാലോ, എന്നെ വരെ എതിർക്കുന്ന രീതിയിലുള്ള വാ അവൾക്ക്, മര്യാദയ്ക്ക് ഇരുന്നുള്ളൂ, പെട്ടെന്ന് മാറ്റണം ആറാ എന്ന് പറഞ്ഞു പെട്ടെന്ന് ചാടി ചെല്ലുമ്പോഴത്തേക്ക് അത് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രുതി അവൾ രേവതി കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് ഞാൻ അമ്മയെന്ന് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സച്ചി എന്ത് ചെയ്ത വിടുന്നില്ല, എന്താ റിയാക്ഷൻ, അവളുടെ 3 പേരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ സീനിൽ ശ്രീകാന്തും വർഷയും മാറി നിൽക്കും, ഇവരെ കണ്ടുമ്പോഴത്തേക്കും മാറി നിൽക്കും. അത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇന്ന് മാറാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതിനെ തള്ളി വിടുമ്പോഴത്തേക്ക് രേവതി ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഇതെന്താ. അപ്പോൾ പെട്ടെന്ന് അതിശയിച്ചു പോകും 3 പേര്, ശ്രുതിയും ചന്ദ്രമതി അതിശയിച്ച് നോക്കുക. അപ്പം ശരിക്കും സ്വന്തം ഭാര്യനെ തന്നെയാണ് ഇവൻ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് മനസ്സിലായി ഇന്ന് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേ എന്നിട്ട് അതിശയിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാനോർത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരിക്കും എന്ന് ചന്ദ്രമതി പറയുക. അപ്പം സച്ചി പറയാം, കണ്ടോ രേവതി, അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടോ, ഞാൻ ഏതാണ്ട് വേറെ ഏത് പെമ്പിള്ളാരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് തെറ്റായിട്ട് പോകുന്നൊരു സിറ്റുവേഷനാണെന്ന് ഓർത്തിട്ടാന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാനെന്തോ, അപ്പോൾ ചന്ദ്രൻ പറയാം ഞാനോർത്ത് വേറെ എന്തോ ഇതാണെന്ന് ഓർത്തെന്ന് പറയാം. എന്നിട്ട് തിരിച്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ പുറത്ത് വെച്ച് നടത്തിക്കൂടെ, ഇത് നിൻ്റെയൊക്കെ തോന്നിയാസം നടത്താനുള്ള വീടാണോ, കാരണം നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഈ വീട്ടിലുണ്ടാകുന്ന അതൊന്നും ഈ വീട്ടിൽ വെച്ച് നടത്തേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയണം. എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതി പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി പറയാം അമ്മേ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാൽ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് പറയാം അമ്മേ എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നൊരു സ്വഭാവക്കാരനല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കുടുംബത്തിൽ ഇത്രയും നാൾ ഞാൻ അമ്മയുടെ കൂടെ നിന്ന് ഈ താമസത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഞാനും ഈ കുടുംബത്തിൽ അംഗമാണ് എന്ന് അമ്മ തന്നെ പറയാതെ പറയുന്ന ഒരു വാക്കാണ് അമ്മയുടെ വായിൽ നിന്ന് വന്നത്. എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഒരു പെണ്ണിനും എനിക്കൊരു ചതിവ് പറ്റരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, അതും സ്വന്തം മകനിൽ നിന്ന് ഒട്ടും പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ ആ സ്നേഹത്തിന് മുമ്പേ ഞാൻ എന്നാ പറയാമെന്ന് എനിക്കറിയില്ല, വളരെ നന്ദി എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പിന്നെ അത് താന്നു കൊടുക്കരുതല്ലോ, ചന്ദ്രമതി താന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്നുമില്ല, ഞാൻ വേറെ ഒന്നും ഉദ്ദേശമില്ല, അവനങ്ങനെ പെണ്ണുങ്ങളുടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ഇത് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. അത് പിന്നെ ഇനി ഈ വീട്ടിലൊന്നും ഇത് നടക്കത്തില്ല, വേറെ എവിടെയെങ്കിലൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് പോവാണ്. ഉടനെ സ്തുതി വന്നിട്ട് പറയും എന്തായാലും കൊള്ളാം, ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് പറയുക നീ പോടാ, നിന്റെ പണി നോക്കി പോടാന്ന് പറഞ്ഞു കൊണ്ടുപോകണം. വർഷ അത് കഴിഞ്ഞാൽ വർഷയും ശ്രീകാന്തും പറയാം നിങ്ങളിവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമോ, അതെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, അല്ല ഞങ്ങളിപ്പോൾ വന്നോളൂ, എന്താ സംഭവം, ഞങ്ങൾ തെറ്റിദ്ധരിച്ച് സച്ചി വേറൊരു പെണ്ണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടൊരു സീനാണ് ഇപ്പം ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് ആ കാഴ്ചയാണ് കണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആണോ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഉടക്കിയപ്പോഴത്തേക്ക് ശ്രുതിയെ പിടിച്ചുകൊണ്ട് അകത്തുണ്ട്. പിന്നെ ആ സീൻ അവിടെ കൊണ്ട് കഴിയുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് കാണിക്കുന്നത് ശ്രുതിയും കാറിൽ പോവാണ്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയുക
സുധി പറയാം, എനിക്ക് നല്ല സബ് ഡീലേഴ്സിനാണ് കുറേ അവർ വിളിക്കുന്നുണ്ട്, അവരെ പോയി അവർക്ക് ഓർഡർ കൊടുക്കണം. അവർ നമ്മൾ അതായത് നേരത്തെ എനിക്കൊരു ഡീൽ തരാമെന്ന് ഡീലർഷിപ്പ് തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പലരും മടിച്ച് നിന്നവരൊക്കെ ഇപ്പം എന്നോട് ചോദിക്കുക, സാറേ ഒരു ഡീലർഷിപ്പ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രമാത്രം എനിക്ക് ഈ ഒരു ബിസിനസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ഉയർച്ച ഉണ്ടെന്ന്. അപ്പം അടുത്തൊരു കോള് വരുവാണ്. അപ്പം കോള് വരുമ്പോഴത്തേക്ക് തന്നെ സാറ് വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സാറ് വിളിക്കാം. സാറ് വിളിച്ചിട്ട് പറയാം, സുധി എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? സാറ് നല്ല രീതിയിൽ പോകുന്നത്. നിങ്ങളുടെ ഡീലർഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഡീലേഴ്സ് വരുന്നുണ്ട്, സബ് ഡീലേഴ്സ് വരുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾ കൊടുത്തത് ഉയർത്തിക്കൊണ്ട് വരുന്നത് നല്ലതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ചെയ്യണം, നിങ്ങളുടെ കമ്പനി ഈ ഡീലർഷിപ്പ് കൂടുതൽ നല്ല രീതിയിലായിത്തീരാൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ഷോപ്പും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടു നിൽക്കുന്നത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കൂടുതലായിട്ട് പറയാൻ വേണ്ടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പറയുന്നത്. സോറി, അതുപോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആൻ്റണിയെ കണ്ട് ക്യാഷ് കൊടുക്കും, മീരയും ശ്രുതിയും കൂടി ചെന്നിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ക്യാഷ് കൊടുത്തപ്പോഴത്തേക്ക് അവർ സീറ്റ്സൊക്കെ എടുത്ത് കൊടുക്കുവാണ്. സീറ്റ്സ് കഴിക്കുന്ന പറയുമ്പോൾ അപ്പോൾ പറയും, നിങ്ങൾക്ക് സീറ്റ്സ് ഒന്നും വേണ്ട, നിങ്ങൾ കാര്യങ്ങൾ നടത്തിയാമെന്ന് പറയും. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, അവൻ്റെ കാര്യം നമ്മൾ ഫിനിഷ് ആക്കാനോ. അപ്പോൾ മീര ഫിനിഷ് ആക്കാൻ മീൻസ് അവനെ ഇപ്പം കൊണ്ട് നമ്മൾ നേരെ വയനാട്ടിൽ കൊണ്ടുപോകാം, ചികിത്സ നടത്തി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഗുണമായി കഴിയുമ്പോഴത്തേക്ക് അവനെ വിദേശത്തേക്ക് കയറ്റി വിടുക. അല്ല അവനെ കൊണ്ട് കേരളത്തിൽ അടുപ്പിക്കത്തില്ല. നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അവൻ കേരളത്തിൽ കാല് കുത്തിയാൽ തന്നെ അവൻ്റെ കഥ നമ്മൾ കഴിക്കും. അവരതുപോലെ നമ്മൾ അവന് നമ്മളെ പേടിയുണ്ട്. ഒന്നും പേടിക്കണം, നിങ്ങൾ പൊക്കോളെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ച് ഈ കേസിന് ഞങ്ങൾ ഊരിത്തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞ് ആ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞുടനെ അകത്ത് കയറി നവീൻദാസിനെ കണ്ടിട്ട്, എടാ നീ എന്താണല്ലോ ഇവിടെ ഇനി നിൽക്കണ്ട, വിട്ടോ, കാര്യങ്ങൾ ഡീലായിട്ടുണ്ട്. അപ്പം ക്യാഷ് തന്നു. എടാ നീ ഡീൽ ചെയ്യുന്ന പോലല്ലോ ഞാൻ ഡീൽ ചെയ്യുന്നേ. ക്യാഷ് എങ്ങനെ മേടിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മേടിച്ചെടുത്താണ് 2 ലക്ഷം രൂപ. പിന്നൊരു കാര്യം, ഇനി നീ ഇവിടെ നിൽക്കരുത്. നിനക്ക് ഞാൻ അങ്ങനെ പാതി ക്യാഷും തരത്തില്ല, പക്ഷെ നിനക്ക് തരാണ്ടിരിക്കത്തില്ലെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 2 ലക്ഷം രൂപ 50,000 രൂപയെങ്കിലും കൊടുത്ത് കാണും മിക്കവാറും. അത് എത്ര രൂപയെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സീനും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിനാൽ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു. താങ്ക് യു.